ഡിജിറ്റൽ വായനയുടെ കാലത്ത് സ്വന്തം വീട്ടിലെ ഒരു മുറി പുസ്തകങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് ഒരു അധ്യാപകൻ. കണ്ണൂരിലെ രാധാകൃഷ്ണൻ മാഷാണ് വീട് ഗ്രന്ഥാലയമാക്കി മാറ്റിയത്. ഈ ഗ്രന്ഥാലയത്തിന് അദ്ദേഹം ഒരു പേരിട്ടിട്ടുണ്ട്, ചിന്മയി. ഈ മുളങ്കാട്ടിൽ ജനിച്ചു ഞാൻ മാനത്ത്. ഒരു പുസ്തകത്തിന്റെ 2 പുറംചട്ടകൾ ഒരു മുറിയുടെ 4 ചുവരുകളും മേൽക്കൂരയുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. കൊച്ചു നിമിഷ കുളിരിലെ തുമ്പികൾ. കണ്ണൂരിലെ അക്ഷര കോളേജിലെ രാധാകൃഷ്ണൻ മാഷിന്റെ വീട്ടിലെ ഒരു മുറിയാണിത്. 6000 പുസ്തകങ്ങളുണ്ട് ഈ മുറിയിൽ. വായനയോടുള്ള അടങ്ങാത്ത ഇഷ്ടം കാരണം മാഷ് തന്റെ വീട് തന്നെ ഒരു ഗ്രന്ഥാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു പുസ്തകം എഴുതാനുള്ള പ്രയാസം ആലോചിച്ച് നോക്കൂ. അത്രയും കഷ്ടപ്പെട്ടവർ കണ്ടെത്തിയ അറിവിനെ നമ്മൾ ഒരു ചെറിയ വില കൊടുത്ത് വാങ്ങി അത് അനുഭവിക്കുക. അതാണ് എന്റെ മുറിയിൽ ഒരു മുറി തന്നെ. ചിന്മയി എന്നാണ് ഈ മുറിയിലെ ഗ്രന്ഥാലയത്തിന് ഞാൻ കൊടുത്ത പേര്. ചെറുപ്പം മുതലേ എനിക്ക് വായനയോട് വലിയൊരു ഇഷ്ടമായിരുന്നു. ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അടുത്തുള്ള വായനശാലയിലെ എല്ലാ പ്രധാന കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. സമയമില്ല എന്ന് വെറുതെ പറയാണ്. എല്ലാ മനുഷ്യനും സമയമുണ്ട്, പക്ഷെ ആ സമയം നമ്മൾ കണ്ടെത്തണം. എന്റെ സമയം പ്രഭാഷണങ്ങളൊക്കെ പോകാറുള്ളത് കൊണ്ട് രാത്രിയൊക്കെ വന്നാലും ഞാനൊരു 2 മണിക്കൂർ വായിക്കും. രാവിലെ ഒരു 3-4 മണിക്കൂർ ദിവസം തന്നെ ഞാൻ വായിക്കും. അതായത് നല്ലത് എന്ന് തോന്നുന്ന പുസ്തകങ്ങൾ അത് കോഴിക്കോടായാലും കാസർഗോഡായാലും പോയിട്ട് ഞാൻ വാങ്ങും. കൂടുതൽ എനിക്ക് സ്പിരിച്വലായ ഗ്രന്ഥങ്ങളോടാണ് ഇഷ്ടം. പക്ഷെ അതോടൊപ്പം തന്നെ മലയാള അധ്യാപകൻ എന്നുള്ള നിലയിൽ സാഹിത്യം, കവിതകൾ ഒന്നിനോട് ഇഷ്ടക്കുറവില്ല എന്നുള്ളതാണ്. ഒത്തിരി വട്ടം നടന്നുപോ എങ്ങും വെളിച്ചം വരുമ്പോൾ ഇഴഞ്ഞിഴഞ്ഞെത്തുന്നു കരിനിഴൽ ചാർത്തുകൾ. ഇന്ന് നമുക്കറിയാം, പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എല്ലാവരും ഒരു 50 ലക്ഷം 75 ലക്ഷം 1 കോടി രൂപയിലാണ് വീടിന്. പക്ഷെ ആ വീട്ടിലൊരു നല്ല പുസ്തകങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മളെ കേരളത്തിന്റെ ഒരു വലിയൊരു ദുഃഖകരമായി ഞാൻ കാണുകയാണ്. അപ്പൊ ഇതൊരു മാതൃകയാവട്ടെ. ഇത്രയും പുസ്തകങ്ങളുടെ ഒരു കലവറ വെച്ചാൽ അവർക്കൊരു 10 പുസ്തകങ്ങൾ ഒരാൾക്ക് അത് വാങ്ങാൻ തോന്നും. ഡിജിറ്റൽ വായനയേക്കാൾ നമുക്ക് അനുഭവം പകരുന്ന പുസ്തകം ഞാൻ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ആകാശവാണിയിൽ സുഭാഷിതങ്ങളൊക്കെ അവതരിപ്പിച്ച ധാരാളം ഉണ്ട്. അത് പലരും അത് പുസ്തകമായിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ 2-3 മണിക്കൂർ പ്രഭാഷണം ചെയ്യെങ്കിലും ഇത് എഴുതാനൊരു സാങ്കേതികമായ ഒരു അലസത എനിക്കുണ്ട്. എങ്കിലും ഞാനൊരു രാമായണ സമ്പൂർണ്ണ പഠനം, ലോകത്തിലുള്ള എല്ലാ രാമായണ ഗ്രന്ഥങ്ങളും പല എഴുത്തുകാരും പഠിച്ചതിന്റെ ഒരു രചനയിലാണ്, ഇപ്പോൾ പണിപ്പുരയിലാണെന്ന് പറയാം. വാചാലമായ കരളുമായി പ്രാചീതൻ മേജകത്തോപ്പിൽ നിന്നോരോ കിരണവും. വായിക്കാൻ നേരമില്ലാതാവുന്നവരുടെ ഒരു കാലത്താണ് രാധാകൃഷ്ണൻ എന്ന അധ്യാപകൻ സ്വന്തം വീട് തന്നെ ഗ്രന്ഥാലയമാക്കി മാറ്റി മാതൃക കാട്ടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.